السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. ما بعد. وصح اقتداء متوضٍ بمتيمم. ല്ലേ, വുളു എടുത്ത ആൾക്ക് തയമ്മും ചെയ്ത ആളോട് തുടരൽ സ്വഹിയാണ്. നമസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. ഒന്ന് മണ്ണ് ഒന്ന് വെള്ളവുമല്ലേ, രണ്ട് ആലത്തുകളാണല്ലോ. വാസിലും ബി മാസിഹിൻ, കഴുകിയ ആൾക്ക് ഹുഫ തടവിയ ആളെ എന്ത് ചെയ്യുക? തടവ. ഹുഫ തടവിയ ആളെന്നല്ല, ഇനി മുറിവിൻ്റെ മേലുള്ള കെട്ടോ അങ്ങനൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ മേലെ തടവിയ ആളെ ഒന്നുണ്ടാക്കി നിസ്കരിക്കുന്ന ആളോട് തുടരാം. വസഹഖ്തിദാഉ ഖായിമിൻ ബിഖായ, നിന്ന് നിസ്കരിക്കുന്ന ആൾക്ക് ഇരുന്ന് നിസ്കരിക്കുന്ന ആളോട് തുടരാം, അതിനും കുഴപ്പമില്ല. ബബി അഹ്ദബ്, അഹ്ദബിനോടും തുടരാൻ സഹിയാകും. ഇരുന്ന് നിസ്കരിക്കുന്ന ആളോട് തുടരാന്ന് പറഞ്ഞ മാതിരിയാണ് അഹ്ദബ്. അഹ്ദബ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഹദബ് എന്തായിട്ടില്ല, റുക്കുവിൻ്റെ ഹദ്ദിലേക്ക് എത്തിയിട്ടില്ല, അതിനാണ് അഹ്ദബ് എന്ന് പറയാം. അഹ്ദബ് അപ്പോൾ അഹ്ദബിനോട് തുടരാൻ പറ്റും. അപ്പോൾ റുക്കുവിൻ്റെ നെഞ്ച് പൊന്തി, ചുമരും കണ്ട് പൊന്തി, നെഞ്ചും വയറൊക്കെ ഈ ഉള്ളിലേക്ക് വലിഞ്ഞു നിൽക്കുന്ന ആൾക്ക് ശരിക്കും റുക്കുവിൻ്റെ പരിധിക്ക് കണ്ട് ചുമരാൻ കഴിയില്ല. ഒരു വൈകല്യമാണത്. അപ്പോൾ അയാളോട് തുടരൽ സ്വഹിയാണ്. മൂമിൻ ബി മിസ്ലിഹി, അതുപോലെ തന്നെ ഈമായി ചെയ്യുന്ന ആള്, ആംഗ്യം കാണിച്ച് നിസ്കരിക്കുന്ന ആൾക്ക് നിസ്കാരം തുടരൽ സ്വഹിയാകും. മിസ്ലി, അയാളെ പോലെയുള്ള ആള്. രണ്ടാൾ ഇരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ രണ്ടാളും കിടക്കുന്ന ആളാണ്. അപ്പോൾ മുത്തനഫിലും ബിൽ മുത്തഫരിലും, സുന്നത്ത് നിസ്കരിക്കുന്ന ആള് ഫർദ് നിസ്കരിക്കുന്ന ആളോടും തുടരാം. ഇനി ഇമാമിന്റെ നിസ്കാരം ബാത്തിലാണ് എന്ന് വ്യക്തമായാലും. വൈൻ ലഹറ ബുത്തലാനു സ്വലാത്തി, അങ്ങനല്ല, അതിന്റെ മേലോട്ടല്ല താഴോട്ട്. ഇമാമിന് നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇമാമിന് നിസ്കാരം ബാത്തിലാണ് എന്ന് ബോധ്യമായാൽ അയാൾ നിസ്കാരം മടക്കേണ്ടതാണ്. ഒരു ഹദീസ് ആ വിഷയത്തിലുണ്ട് എന്നാ പറയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ എനിക്ക് വുളു നഷ്ടപ്പെട്ടിരിക്കണമെന്ന്, അങ്ങനെ ഇമാമിന്റെ നിസ്കാരം നഷ്ടപ്പെട്ട വിവരം മഅ്മൂമീങ്ങളെ അറിയിക്കൽ നിർബന്ധമാണ്. വേൽസമുൽ ഇമാം, ഇമാമിന് നിർബന്ധമാണ് ഇലാമുൽ ഖൗമി, ജനങ്ങളെ അറിയിക്കൽ ബിആദത്തി സ്വലാത്തിഹിം, നിസ്കാരം മടക്കാൻ, ബിൽ ഖദ്രിൽ മുംകിൻ, സാധ്യമാകുന്ന വിധത്തിൽ അറിയണം. എഴുതിയിട്ടോ ദൂതന്മാരെ പറഞ്ഞയച്ചിട്ടോ, ഫിൽ മുഖ്താർ, പ്രബലമായ അഭിപ്രായത്തിൽ. അപ്പോൾ അശുദ്ധിയുള്ള ആളായിരുന്നു, പിന്നെയാണ് നിസ്കരിച്ചു, പിന്നെയാണ് മനസ്സിലായത് ജനാബത്ത് കുളിച്ചിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ആളുകളെ അറിയിക്കണം. ഇതൊക്കെയാണ് നിയമം. ഇലാമുൽ ഖൗം, ജനങ്ങളെ അറിയിക്കണം. ബിആദ്, നിസ്കാരം മടക്കാൻ, അത് സാധ്യമാകുന്ന വിധത്തിൽ എഴുതിയിട്ടോ കത്തയച്ചിട്ടോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടോ ഒക്കെ. ഫസ്ലുൻ, അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണല്ലേ. അതായത് ഒതുണ്ടാക്കിയ ആൾക്ക് തയമ്മും ചെയ്ത് നിസ്കരിക്കുന്ന ആളോട് തുടരാം. കഴുകിയ ആൾക്ക് തടവിയ ആളോട് ഹുഫമലോ അല്ലെങ്കിൽ കെട്ടുമലോ തടവിയ ആളോട് തുടരാം. അതുപോലെ നിന്ന് നിസ്കരിക്കുന്ന ആൾക്ക് ഇരുന്ന് നിസ്കരിക്കുന്ന ആളോട് തുടരാം. പൂർണ്ണനായിട്ട് ഇങ്ങനെ കുനിയാൻ പറ്റുന്ന ആൾക്ക് അഹ്ദബിനോട്, ഒരു വൈകല്യം കൊണ്ട് മുഴുവനായിട്ട് കുനിയാൻ കഴിയാത്ത ആളോട് തുടരാം. ആംഗ്യം കാണിച്ച് നിസ്കരിക്കുന്ന ആൾക്ക് എല്ലാവരോടും തുടരാൻ പറ്റില്ല, അയാളെ പോലെയുള്ള ആളോട് തുടരാം. രണ്ടാൾ ഇരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ കിടക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഇമാമ് കിടക്കുകയാണ്, മഅ്മൂമ് കിടക്കുകയാണ്, ഇമാമ് ഇരിക്കുകയാണ്, ഒക്കെ പറ്റും. ഇമാമിന് നിസ്കാരം ബാത്തിലാണെന്ന് വ്യക്തമായാൽ നിസ്കാരം മടക്കേണ്ടതാണ്. അത് മനസ്സിലായി അല്ലേ?
ഇവിടെ സുന്നത്ത് നിസ്കരിക്കുന്ന ആള് ഫർദ് നിസ്കരിക്കുന്ന ആളോട് തുടരാന്ന് പറയുമ്പോൾ തറാവീഹൊക്കെ അതിൽ പെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ തറാവീഹിൽ പറ്റൂല എന്നൊക്കെ ഒരു അഭിപ്രായം ഹനഫി മദ്ഹബിൽ തന്നെ ഉണ്ട്. അതിന്റെ അടുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ജമാഅത്തിൽ പങ്കെടുക്കൽ 18 കാരണങ്ങൾ ഏതെങ്കിലും കാരണം ഉണ്ടായ ജമാഅത്ത് നിസ്കാരം ഒഴിവാക്കും. ഇപ്പൊ ജമാഅത്ത് നിസ്കാരം ഒന്നും നടത്തിയിട്ടില്ലെങ്കിൽ ആ നാട്ടുകാരോട് യുദ്ധം ചെയ്യണമെന്നൊക്കെ നിയമമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ യുദ്ധത്തിൽ നിന്ന് ഒഴിവാകും. ഒന്ന് മഴ, ഒന്ന് ബറദ് തണുപ്പ്, ഖൗഫ് ഭയം, ദുൽമത്ത് ഇരുട്ട്, ചെറിയ ഇരുട്ടൊന്നല്ല നല്ല ഇരുട്ട്, ഹബസുൻ ഹബസ് ദുൽമത്ത് ഹബസ് അയാളെ തടവിലിട്ടു. മദ്ലൂമാണ്, മുഅസ്സിറാണ്, വഅമൻ അന്ധത, വഫലജുൻ ശരീരത്തിന്റെ തളർച്ച, പക്ഷപാതം, വഖതൂൻ കയ്യോ കാലോ മുറിക്കപ്പെടുക, വസിഖാമുൻ രോഗം, വഇഖാദുൻ അവശത, വവഹിലുൻ ചളി. മഴയൊക്കെ പെയ്താൽ നല്ല ചളി ഉണ്ടാവൂലേ, അതാണ് പറയുന്നത്. നടക്കാൻ കഴിയാത്ത രീതിയിൽ ശേഷി നഷ്ടപ്പെടുന്നതിനാണ് ഫലജ് എന്ന് പറയാം, അഫ്ലജ് എന്നൊക്കെ പറയും. നടക്കാൻ ശേഷി നഷ്ടപ്പെട്ടു. സഖാമ് പറഞ്ഞാല് രോഗമൊക്കെ ജമാഅത്തിന്റെ ഉദരാണല്ലോ. സഖാമ് എന്നൊക്കെ പറയും. ഇഖ്ആദ്. പിന്നെ വസ്സമാനത്തുൻ, അതുപോലെ തന്നെ ശരീരം തളരുക. ഷെയ്ഖൂഹത്തുൻ, വലിയ വാർദ്ധക്യം, അതിവാർദ്ധക്യം. ഷെയ്ഖൂഹത്ത്, ഷാഖ യശീഖു എന്നുള്ള മസ്തറാണ് ഷെയ്ഖൂഹത്ത്. ഭയങ്കര വയസ്സാകുക, ഇടങ്ങാറായിട്ട് പോകണ്ട. തക്റാറു ഫിഖ്ഹിൻ ബിജമാഅത്തിൻ തഫൂതുഹു, അതുപോലെ തന്നെ ഫിഖ്ഹിന്റെ തക്റാറ്, ബിജമാഅത്തിൻ തഫൂതുഹു, അവന് നഷ്ടപ്പെടുന്ന ജമാഅത്ത് കാരണമായിട്ട്. കിതാബ് മുത്താലയ്യ, ഫിഖ്ഹൊക്കെ ആവർത്തിക്കുക. അതൊക്കെ കിതാബ് പഠിക്കേണ്ടതുണ്ട്. ഖുർആൻ, ഹദീസ്, തഫ്സീറൊക്കെ. അത് നഷ്ടപ്പെടും. എന്തുകൊണ്ട്? ജമാഅത്ത് കാരണമായിട്ട്. അപ്പൊ പിന്നെ ബി തക്രാറി എന്ന് പറഞ്ഞാൽ തക്രാറോട് കൂടെ വല മിതാവിൻ അലാ തർക്കിഹ, അവനെന്തായിട്ടില്ല, അത് ഒഴിവാക്കൽ പതിവാക്കിയിട്ടും ഇല്ല. പിന്നെ വഹുദൂറു താമിൻ തതൂഖുഹു നഫ്സുഹു, അതുപോലെ തന്നെ ഭക്ഷണം മുന്നിൽ വരിക. തതൂഖുഹു നഫ്സുഹു, അവനത് കഴിക്കാൻ ആശ ഉണ്ട്. താക്ക യതൂഖു എന്ന് പറയും, ആശിച്ചു എന്നാ താക്ക യതൂഖു എന്നാണ്. തൗക്കാൻ എന്നൊക്കെ പറയും, ആശിച്ചവൻ. അതേത് സമയത്തും ഇശയോ മഗ്രിബോ അസ്റോ ഏതോ ആവട്ടെ. പിന്നെ അടുത്തത് വൈറാദത്തു സഫരി, യാത്ര പോകാൻ ഉദ്ദേശിക്കുക. ഖിയാമുഹു ബിമരീദ്, രോഗിനെ പരിചരിക്കുക. അതിനാണ് ഖിയാമു എന്ന് പറയാം. ഖിയാമുഹു ഖാമ ബിഹി എന്ന് പറഞ്ഞാൽ പരിചരിക്കുക എന്നാണ്. അവൻ പോയാൽ ബുദ്ധിമുട്ടാവും, ഹോസ്പിറ്റലിൽ നിൽക്കുക, അങ്ങനത്തെ കേസൊക്കെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വാപ്പയമ്മ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ട്, ഭാര്യയെ. സിദ്ധത്ത് രീഹിൻ്റെ രാത്രിയിൽ ശക്തമായ കാറ്റ്, പകലല്ല കേട്ടോ, രാത്രിയാകുമ്പോൾ വലിയ കാറ്റൊക്കെ അടിച്ചാലും കാണൂലല്ലോ അപകടം.
അപ്പൊ ഇത്തരം കാരണങ്ങൾ ഉണ്ടായാൽ ജമാഅത്തിന് ഉദറുണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണ ജമാഅത്തിന് പോകുന്ന ആളാണെങ്കിൽ ജമാഅത്തിന് പോയിട്ടില്ലെങ്കിലും കൂലി കിട്ടും എന്നാണ് ഇതിന്റെ അർത്ഥം. വൈദങ്കത്താനിൽ ജമാഅത്തിന് ഉദരിമിൻ ആദാരിഹൽ മുബീഹത്തി ലിത്തഖല്ലുഫി, ജമാഅത്തിന് പോകാതിരിക്കുന്നതിന് അനുവദിക്കുന്ന തഖല്ലുഫ്, ജമാഅത്തിന് പോകാതിരിക്കുന്നതിന് മുബീഹത്ത് അനുവദിക്കുന്ന കാരണങ്ങൾപ്പെട്ട ഏതെങ്കിലും ഒരു കാരണത്തിന്റെ പേരിൽ ഒരാൾ ജമാഅത്ത് ഒഴിവാക്കിയാൽ യഹ്സുൽ ലഹു സവാബുഹ, അവന് കൂലി കിട്ടും, ജമാഅത്തിന്റെ കൂലി കിട്ടും. അതാണ് ജമാഅത്ത് നിസ്കാരം പതിവാക്കിയുള്ള മെച്ചതാണ്. ജമാഅത്ത് നിസ്കാരം പതിവാക്കി ആക്കുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ പള്ളിയിൽ പോകാതെ വെക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പെൻഷൻ വരുന്ന മാതിരി എന്താവും. ഇപ്പൊ വയസ്സൊക്കെ പെട്ടാണല്ലോ അതിവാർദ്ധക്യം, വയസ്സാണ് വരെ പോയിട്ടുണ്ട്, ഇപ്പൊ ഇനി പള്ളിക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അൽഹംദുലില്ലാ ഓരോ ഭക്തരും പള്ളിയിൽ പോകാതെ ജമാഅത്തിന്റെ കൂലി അങ്ങനെ കിട്ടും. ഇനി ആരാണ് ഇമാമത്തിക്കാൻ ഏറ്റവും അർഹൻ? ഒരു വീട്ടുകാരനാണ്, ഒരു വീട്ടിലാണ് നമ്മൾ ജമാഅത്ത് നിസ്കരിക്കുന്നെങ്കിൽ അതിന് വീട്ടിലെ ആൾ തന്നെയാണ്, പറയേണ്ടതില്ലല്ലോ, അയാളാണ് അടുത്ത അധികാരി. അതല്ലെങ്കിൽ നിസ്കാരത്തിന്റെ അഹ്കാമ് കൂടുതൽ അറിയുന്ന ഫിഖ് പഠിച്ചൊരു പണ്ഡിതനായിരിക്കണം. പണ്ഡിതൻ അർത്ഥമല്ല, അത് അറിയുന്ന ആള്. അല്ല ഹഖ് ബിൽ ഇമാമത്തി, ഇമാമത്തിന് അർഹൻ ആരാണ്? ഓ തെർത്തീബ് സുഫൂഫി, സഫുകളുടെ തെർത്തീബ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് വിശദീകരിക്കുന്നത്. ആരാണ് ഇമാമിക്കേണ്ടത്, സഫ് ആദ്യത്തെ സഫിൽ ആരാ നിൽക്കേണ്ടത്, പിന്നെ ആരാ നിൽക്കേണ്ടത് എന്നുള്ള വിശദീകരണം. ഇദാലം യകുൻ ബൈനൽ ഹാദിരീന, ജമാഅത്തിൽ പങ്കെടുക്കാനെത്തിയവരുടെ ഇല്ലെങ്കിൽ സ്വാഹിബ് മൻസിന് വീട്ടുകാരനില്ല, അല്ലെങ്കിൽ അവിടെ നിശ്ചയിക്കപ്പെട്ട നമ്മളും കൊടുത്ത് ഏൽപ്പിക്കപ്പെട്ട ആളുമില്ല എങ്കിൽ, വരാദു സുൽത്താനി ഭരണാധികാരി ഇല്ല, ഖാദിയോ അമീറോ ഒന്നുമില്ലെങ്കിൽ, ഫൽ ആലമു നിസ്കാരത്തിന്റെ അഹ്കാമ് കൂടുതൽ അറിയുന്ന ആളാണ് ഇമാമക്കേണ്ടത്. ഫൽ ആലമു അഹഖു ബിൽ ഇമാമത്തി, അയാളാണ് ഇമാമത്ത് നിൽക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവൻ. ഭരണാധികാരിയോ വീട്ടുകാരനാണെങ്കിൽ അയാൾ വിവരമുണ്ടോ അല്ലേ നോക്കണ്ട, അയാളാണ് അർഹൻ. ലാ യുഅമ്മു റജുലു ഫീ സുൽത്താനി എന്ന ഹദീസുണ്ട്, ഒരാളുടെ അധികാരത്തിൽ അയാൾക്ക് ഇമാമിക്കാൻ പാടില്ല. ഇനി ഒരു വാടകയ്ക്ക് എടുത്ത വീടാണെങ്കിൽ വാടകയ്ക്ക് എടുത്താക്കാണ് അധികാരം, വീട്ടുകാരനല്ല കേട്ടോ. ഈ പള്ളിയിലെ ഇമാമുണ്ട്, ഖാദി ഉണ്ടെങ്കിൽ അപ്പൊ ഖാദിക്കാണ് അധികാരം, ഇമാമിനല്ല. റസൂലുള്ളാഹിന്റെ ഹദീസ് ഉണ്ട്, ലാ യുഅമ്മു റജുലു ഫീ സുൽത്താനി, ഒരാളുടെ അധികാരം കേന്ദ്രത്തിൽ പോയി ഇമാക്കാൻ പാടില്ല. വലാ യഖഉദു ഫീ ബൈതിഹി അലാ തക്റുമതിഹി ഇല്ലാ ബിഇദ്നിഹി, ഒരാളുടെ പ്രിയപ്പെട്ട ഒരാളെ വീട്ടിൽ പോയാൽ അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്ത് പോയിട്ട് ഇരിക്കാൻ പാടില്ല, അയാളെ സമ്മതമല്ലാതെ. ഓരോരുത്തർക്ക് ഒരു സവിശേഷമായി ഇരിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടാവില്ലേ, ഒരു സവിശേഷ കസേര കട്ടിലൊക്കെ ഉണ്ടാവില്ലേ, അവിടെ പോയിട്ട് ഇരിക്കണമെങ്കിൽ സമ്മതം പാടെന്നാ. മറ്റുള്ള കസേരയിലൊക്കെ ഇരിക്കാം, മുന്തിയ കസേരയുമേ പോയി ഇരിക്കരുത്, ഇഷ്ടമുണ്ടാവില്ല. മുന്തിയ കസേര പറഞ്ഞാൽ അയാൾക്കിടേതായി മാത്രമായിട്ട് തിരഞ്ഞെടുത്ത ഒരു സ്ഥലം ഉണ്ടെങ്കിലേ അവിടെ പോയിട്ട് ഇരിക്കും കിടക്കും ചെയ്യരുത്, അത് മാന്യതക്ക് കുറവാണ്. സുമ്മൽ അഖ്റഉ, പിന്നെ ഖിറാഅത്തിന്റെ അഹ്കാമുകൾ അറിയുന്ന ആള് എന്നാണ്. ഹിഫ്ളുള്ള ആള് എന്നല്ല, ഖിറാഅത്തിന്റെ അഹ്കാമുകൾ അറിയുന്ന ആള്. സുമ്മൽ അഖ്റഉ, പിന്നെ സൂക്ഷ്മതയുള്ള ആള്, സംശയകരമായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഈ തഖ്വ എന്ന് പറയുന്നതിൽ ഏറ്റവും മുന്തിയ പദവിയാണ് വറ എന്ന് പറയുന്നത്. തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ എടുക്കുക, വിരോധിച്ച കാര്യങ്ങൾ വെടിയാന്നാണ്. അത് ചിലതുണ്ട് പറ്റണ തന്നെയാണ്, അനുവദനീയം തന്നെയാണ്, പക്ഷെ ഒരു സംശയമാണ്. അപ്പൊ ഈ സംശയമുള്ള ശുബഹകൾ ഒഴിവാക്കുന്ന ആൾക്ക് വറ എന്ന് പറയും. പിന്നെ വാരിയാണ്. സുമ്മൽ അസന്നു, പിന്നെ കൂടുതൽ വയസ്സുള്ള ആളാണ്. സുമ്മൽ അഹ്സനു ഖുലുഖൻ, പിന്നെ ഏറ്റവും നല്ല സ്വഭാവിയാണ്. സുമ്മൽ അഹ്സനു വജ്ഹൻ, പിന്നെ ഏറ്റവും നല്ല മുഖമുള്ള ആളാണ്, കാണാൻ ചുരുക്കുള്ള ആള്, ഒക്കെ പരിഗണിക്കണമല്ലോ. ഇമാമിക്കണാക്ക ഒക്കെ പരിഗണിക്കണം. പിന്നെ സുമ്മൽ അഹ്സനു സൗദ്, സുമ്മൽ അഷ്റഫു നസബൻ, പിന്നെ കുടുംബപരമായിട്ട് ശ്രേഷ്ഠത ആള്. ഷരീഫ് എന്ന് പറഞ്ഞാൽ കുടുംബപരമായ ശ്രേഷ്ഠതൊക്കെ പറയാം. അഫ്ദൽ എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നുമില്ല. അഷ്റഫ് എന്ന് പറയുമ്പോൾ കുടുംബശ്രേഷ്ഠൊക്കെ പറയാം. നസബൻ ലിഹ്തിറാമിഹി വ തഅദീമിഹി. അതുപോലെ
സുമ്മൽ അഹ്സനു സൗത്തൻ, നല്ല ശബ്ദം. ഇപ്പം ആകെ ഒന്നാമത്തെ കാറ്റഗറിയിൽ ശബ്ദമാണ് നോക്കുന്നത്. പിന്നെ രണ്ടാമത്തെ നോക്കുന്നത് നല്ല വേഷം വീശാനൊക്കെ ഉണ്ടോയെന്നാണ്. അങ്ങനല്ല, ഇൽമുണ്ടോയെന്നാണ് ആദ്യം നോക്കേണ്ടത്. കട്ടി മറിഞ്ഞു കൊടുക്കണം, ഒക്കെ കോലം മാറുകയാണ് ഇപ്പോൾ. സുമ്മൽ അൻലഫ്, പള്ളിയിലൊക്കെ അങ്ങനെയാണ്, നല്ല സൗണ്ട് ഉണ്ടോയെന്നേ നോക്കുന്നുള്ളൂ. അതൊക്കെ ലാസ്റ്റ് പരിഗണിക്കേണ്ട കാര്യമാണ്. ഇൽമുണ്ടോയെന്നാണ് നോക്കേണ്ടത്. ഇതൊക്കെ ദീന് ഫിഖ്ഹ് പഠിക്കാത്തതുകൊണ്ടാണേ. ഒക്കെ ഖുർആൻ ഹദീസ് മാത്രം പഠിച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. അതിന് ഫിഖ്ഹ് പഠിക്കണം, ഹദീസ് പഠിക്കണം. സുമ്മൻ അള്ളഫ്, പിന്നെ ഏറ്റവും വസ്ത്രം വൃത്തിയില്ല ആള്. മൗലവിമാരുടെ കൂട്ടത്തിലും എല്ലാവരും മൗലവിമാരാണ്, ഒരേ വിവരമുള്ളവരാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? സുമ്മൽ അൻലഫ് സൗത്തൻ അല്ലേ, സൗബൻ, നല്ല വസ്ത്രം വൃത്തിയില്ല ആള്. മൗലവിമാരാണ്, എല്ലാവരും ഒരേ ദർജയിലാണ്. അപ്പോൾ നോക്കിയപ്പോൾ കൂട്ടത്തിൽ ഒരാൾ നല്ല വസ്ത്രം വൃത്തിയുണ്ടെങ്കിൽ അയാളെ ആക്കേണ്ടത്. വയസ്സുകൊണ്ട് ഒരേ മാതിരിയാണ്, സ്വഭാവം കൊണ്ട് ഒരേ മാതിരിയാണ്, കുടുംബം കൊണ്ടും എല്ലാവരും ഒരേ മാതിരിയാണെങ്കിൽ പിന്നെ നോക്കുമ്പോൾ നല്ല സൗണ്ട് ആരാ നോക്കുക. സൗണ്ടും എല്ലാവരും ഒരേ മാതിരിയാണെങ്കിൽ പിന്നെ വസ്ത്രം വൃത്തിയായതാ നോക്കുക. ഫൈനിസ്തവവും. അപ്പോൾ ഇതിലൊക്കെ തുല്യാണെങ്കിൽ യുഖ്റാവ്, നറുക്കിടുകയാണ് വേണ്ടത്. നറുക്കിടുക. ആർക്കാണോ നറുക്കിട്ടിയ ഒരു ഇമാമക്ക്. അവിൽ ഖിയാറു ഇൽ ഖൗമി. അതല്ലെങ്കിൽ പിന്നെ നിസ്കരിക്കുന്ന ആളുകളിൽ അവരുടെ ഇഷ്ടം പോലെ, അവരിഷ്ടം നോക്കുക. ഒന്നിക്കാൻ നറുക്കിടുക, അല്ലെങ്കിൽ ആൾക്കാർക്ക് ആരാണോ താല്പര്യം ഓലെ. അവിൽ ഖിയാറു ഇൽ ഖൗം. ആളുകൾക്ക് കൂടുതൽ താല്പര്യം ആരാണോ അയാൾ അടുക്കുക. അപ്പോൾ അവർ വ്യത്യാസപ്പെട്ടാലോ, അഭിപ്രായ വ്യത്യാസപ്പെട്ടാലോ, അവർ പറയാണ് ഞങ്ങളെ പാട്ടിൻ്റെ ആൾ വേണം, ഞങ്ങളെ പാട്ടിൻ്റെ ആൾ വേണം. എല്ലാം ഗുണം കൊണ്ട് ഒരേ മാതിരിയാണ്. ഫൽ ഇബ്റത്തു ബിമഖ്താറഹുൽ അക്സറു. കൂടുതൽ ആളുകളെ തിരഞ്ഞെടുക്കുന്ന ആളെയാണ് പരിഗണിക്കുക. അപ്പം വൈൻ ഖദ്ദമോ ഗൈറൽ ഔല, ഏറ്റവും ഉത്തമനായ ആളല്ലാത്ത ഒരാളെയാണ് അവർ ഇമാമത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഫഖദ് അസാ, ഒരു മോശം പ്രവൃത്തിയാണ് ചെയ്തതെന്നേ ഉള്ളൂ. കുറ്റമൊന്നും കിട്ടൂല, ഒരു മോശം പ്രവൃത്തിയാണ് ചെയ്തത്. അർഹരല്ലാത്ത, യോഗ്യത ഇല്ലാത്ത ആളെ തിരഞ്ഞെടുക്കുമ്പോൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുണ്ട്, ഇൻ സറക്കും അൻ തുഖ്ബല സ്വലാത്തുക്കും, നിങ്ങളെ നിസ്കാരം സ്വീകരിക്കപ്പെടണമെന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ഫല്യ ഉമ്മക്കും ഉലമാഉക്കും, നിങ്ങൾ എന്നുള്ള വിവരമുള്ളവര് ഇമാമിക്കട്ടെ. വൈനഹും ബഫ്തുക്കും ഫീമാ ബൈനക്കും, കാരണം അവരാണ് നിങ്ങളെ പ്രതിനിധികൾ. ഫീമാ ബൈനക്കും ബൈന റബ്ബിക്കും, നിങ്ങൾക്കും റബ്ബിനിടയിലുള്ള പ്രതിനിധികളാണവർ. അപ്പോൾ ആലിമാണ് ഇമാമിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട്, ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ആളെ ഇമാമിക്കാൻ പാടില്ല. അമ്മ ഖൗമൻ വഹും ലഹു കാരിഹൂൻ എന്നൊക്കെ ഉണ്ട്. ഓക്കെ, സമാനമായിട്ട് എല്ലാവരും ഒരേ പദവിയിൽ വന്നാൽ അവിടെ ഒന്ന് മാർഗം നറുക്കിടുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അക്സർ എന്താണ് ചെയ്യുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഓക്കെ, ശരി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞത് സ്വീകരിക്കട്ടെ. നമ്മുടെ ഇമാമിങ്ങളെ കൂടെ അല്ലാഹു നമ്മളെ സ്വർഗ്ഗ ലോകത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.